പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു ദൈവവചനം വായിച്ച് ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ അല്പസമയങ്ങൾ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനാദരമായി 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ദയവായി ആരെങ്കിലും എന്നെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 2 Corinthians chapter 4 verse 17. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 4:17. യെസ്, മതി. എല്ലാ കണ്ണുകളും ഒരു നിമിഷം നടക്കാമോ? ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും അല്പസമയങ്ങൾ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അന്യഭാഷ വരെ ലഭിച്ച ദൈവമക്കളൊക്കെ അന്യഭാഷകളൊക്കെ അല്പസമയങ്ങൾ ദൈവത്തെ ആരാധിച്ചാട്ടെ. അന്യഭാഷകളൊക്കെ ദൈവത്തെ ആരാധിച്ചാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, മാനുഷികമായ ഒരു ശബ്ദമല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായി ഇടപെടേണ്ടതിനായി എല്ലാ ദൈവമക്കളും ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഈ പകൽ ഞങ്ങളോട് ഇടപെടണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം. അങ്ങയുടെ അഭിഷക്തനായി സ്തോത്രം. ശക്തമായ ദൈവവചനം ഞങ്ങളോട് ഇടപെടുവാനായിട്ടിടയായി. കർത്താവെ, തുടർന്നും അങ്ങയുടെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങ് ഇടപെടണമേ. അങ്ങ് ഹൃദയങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്നല്ലോപ്പാ. കർത്താവിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം ഞങ്ങൾ ദൈവത്തിന് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ്. നമ്മളെ നിത്യതയുടെ വെളിപ്പാട് നമുക്ക് നൽകിത്തരുന്ന വളരെ ശ്രേഷ്ഠകരമായ ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ വായിപ്പാനായിട്ടിടയായത്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് 1-2 ഇൻട്രൊഡക്ഷനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ അധ്യായം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് മറ്റൊന്നുമല്ല, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്നതാണ് ആ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. എല്ലാവരും പറഞ്ഞേ, എന്താണ് ആ സബ്ജക്റ്റ്? ദ ന്യൂ കവനന്റ് മിനിസ്ട്രി, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ. നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ വന്നിരിക്കുന്നത് ഒരു പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയിലല്ല, നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയിലാണ്. യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. അപ്പോൾ കാൽവറി യാഗത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സ്ഥാപിക്കപ്പെട്ടതായ ഒരു ന്യൂ കവനന്റ്, ഒരു പുതിയ മിനിസ്ട്രിക്കകത്താണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അറ്റ് ദ സെയിം ടൈം പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ഈ 3-ാം അധ്യായത്തിനകത്ത് എന്താണ് ഈ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് പഴയ നിയമ ശുശ്രൂഷയെക്കാളുള്ള മഹത്വം എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ പഴയ നിയമ ശുശ്രൂഷയേക്കാൾ എന്താണ് പുതിയ നിയമത്തിനുള്ള മഹത്വമെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്ന അനുയോജ്യനായ വ്യക്തി എന്ന് പറയുന്നത് ഈ ശൗൽ എന്ന് പറയുന്ന പൗലോസാണ്. അതിൻ്റെ കാരണം, തൻ്റെ ആയുസിനെ 2 ഡിവൈഡ് ചെയ്യാമെങ്കിൽ ആ ആയുസിൻ്റെ ഒരു ഫേസ് പഴയ നിയമത്തിൻ്റെ ഒഴപ്പനായ ശുശ്രൂഷകനായിട്ടല്ല, പകരം ആവേശമുള്ള ശുശ്രൂഷകനായിട്ട് അതിനകത്ത് സേവ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 2-ാമത്തെ ഭാഗം പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് ഭയങ്കര ജീവൻ വരെ പണയം വെച്ച് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പൗലോസ്. അതുകൊണ്ട് തന്നെ എന്താണ് പഴയ നിയമ ശുശ്രൂഷയേക്കാൾ പുതിയ നിയമത്തിലുള്ള ശുശ്രൂഷയുടെ മഹത്വമെന്ന് പറഞ്ഞു തരുവാൻ യോഗ്യനായ വ്യക്തിയാണ്. ഇദ്ദേഹം പറയുന്ന ഒരു 4 കാര്യങ്ങൾ ഞാൻ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം പറയുന്നു, 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ആ വാക്യങ്ങൾ എടുക്കുന്നില്ല, ദയവായി നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്ന് നോക്കിയാൽ മതി. അദ്ദേഹം പറയുകയാണ്, ദൈവം നമ്മളെ ശിക്ഷാവധിയുടെ ശുശ്രൂഷയിൽ നിന്ന് ദൈവം നമ്മളെ നീതീകരിക്കുന്ന ശുശ്രൂഷയിൽ കൊണ്ടുവരുവാനിടയായി. സന്തോഷമുള്ളവരൊന്ന് പറഞ്ഞേ, ആ വാക്കൊന്ന് ചേർന്ന് പറയാമോ? ഫ്രം ദ മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ ടു ദ മിനിസ്ട്രി ഓഫ് റൈച്ചസ്നെസ്. ആമേൻ. ശിക്ഷാവധിയുടെ ശുശ്രൂഷയിൽ നിന്ന് കർത്താവ് എവിടെ കൊണ്ടുവന്നു? നമ്മളെ നീതീകരിക്കുന്ന ശുശ്രൂഷയിൽ കൊണ്ടുവന്നു. പഴയ നിയമത്തിൽ നമ്മൾ എന്താ കാണുന്നത്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. നീ നന്മ ചെയ്താൽ നിന്നോട് നന്മ ചെയ്യും, നീ തിന്മ ചെയ്താൽ നിന്നോട് തിന്മ പകരം ചെയ്യും. പകരത്തിന് പകരം ചോദിക്കുന്ന ഒരു ഓൾഡ് കവനന്റ് മിനിസ്ട്രിയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നതെങ്കിൽ, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? നമ്മൾ ചെയ്തതിന് പകരം ചെയ്യുന്ന ഒരു ശുശ്രൂഷയിലല്ല കേട്ടോ. നമ്മൾ ചെയ്തത് മുഴുവൻ നമ്മളോട് ക്ഷമിച്ച് തൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി വെടിപ്പാക്കി നമ്മളെ നീതീകരിച്ച ശുശ്രൂഷയിലാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര ദൈവമക്കൾക്ക് അതോർത്തൊന്ന് സ്തോത്രം പറയാൻ കഴിയും? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ചെയ്തത് ദൈവം കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ നമുക്കാർക്കും ഇങ്ങനെ നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു, നമുക്കാർക്കും ഇങ്ങനെ നിൽക്കാൻ യോഗ്യരല്ലായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ അബദ്ധങ്ങൾ വന്നിട്ടുണ്ട്,
പക്ഷെ മുഴങ്കാൽ മടക്കി യേശുവേ എന്നോട് കരുണയുണ്ടാകണമെന്ന് നിലവിളിച്ചപ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ, നമ്മൾ കണ്ണുനീരൊരുക്കിയപ്പോൾ നമ്മുടെ പാപത്തിന്റെ കറകളെ മുഴുവൻ കഴുകി വെടിപ്പാക്കിയ ആ നീതീകരിക്കുന്ന ശുശ്രൂഷ. കരങ്ങളെ ഉയർത്തി ആ ദൈവ പ്രവർത്തിക്കായി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 2 പൗലോസ് പറയുകയാണ്, ദൈവം നമ്മളെ ആമേൻ മരണ ശുശ്രൂഷയിൽ നിന്ന് എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? ആമേൻ ജീവന്റെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാനിടയായി. എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞേ ആമേൻ. മരണ ശുശ്രൂഷ 7ാമത്തെ വാക്യം നിങ്ങൾ കാണുവാൻ കഴിയും. മരണ ശുശ്രൂഷയിൽ നിന്ന് കർത്താവ് നമ്മൾ എവിടെ കൊണ്ടുവന്നു? ജീവന്റെ ശുശ്രൂഷ. നമുക്കറിയാം, ന്യായപ്രമാണം പറയുന്നു, പാപം ചെയ്ത ദേഹി എന്ത് ചെയ്യണം? മരിക്കണം. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണമാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ഒരു തെറ്റ് ന്യായപ്രമാണ പ്രകാരം പാപമാണെങ്കിൽ പാപത്തിന്റെ ശമ്പളം ഒരടിയല്ല കേട്ടോ. പാപത്തിന്റെ ശമ്പളം ആമേൻ ഒരു വഴക്കല്ല. ദൈവത്തിന്റെ ന്യായപ്രമാണം പറയുന്നേ, നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ ആ ന്യായപ്രമാണം പറയുകയാണ് ആമേൻ ഈ പാപത്തിന്റെ അനന്തരഫലം അപ്പോൾ ഉള്ളതല്ല, അതിന്റെ അനന്തരഫലം നിശ്ചയമായിട്ടും ഒരു മരണമാണ്. ഏത് മരണം? ഒരു ഫിസിക്കൽ ഡെത്തിന്റെ കാര്യമല്ല ഇത് പറയുന്നത്. ആമേൻ ഒരു എറ്റേണൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മുമ്പിൽ തുറന്നു വെച്ചിരുന്ന ഒരു നരകമുണ്ടായിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പാപം ചെയ്ത വ്യക്തിയുടെ മുമ്പിൽ അവന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു എറ്റേണൽ ഹെൽ ഉണ്ടായിരുന്നു, നരകമുണ്ടായിരുന്നു. ആമേ പിശാചിനും അവന്റെ സൈന്യത്തിനും വെച്ചിരിക്കുന്ന നരകം ആമേ മാനവരാശിയുടെ മുമ്പിലും തുറക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആമേ നമ്മുടെ പാപങ്ങളെ മുഴുവൻ ക്ഷമിച്ച് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടതായ മരണത്തിന്റെ ആ നരകത്തിന്റെ വാതിലിനെ അടച്ച് നിത്യജീവന്റെ വാതിൽ തുറന്ന്, സ്വർഗത്തിന്റെ വാതിൽ തുറന്ന്, കമോൺ ആരാധിക്കാൻ പറ്റുന്ന ദൈവമക്കളും നഗരം തുറന്ന് ശമനദലരവ ഹസ്തരാജകൾ ഖമനകശസിയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ആ നരകത്തിന്റെ കവാടത്തെ അടച്ച്, മരണത്തിന്റെ കവാടത്തെ അടച്ച് ആമേ സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് തുറന്നു തന്നതോർത്ത് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ഒരു നിമിഷം അതരം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നൽകിയ നിത്യജീവനെ ഓർത്ത്, സ്വർഗത്തെ ഓർത്ത്, ആമേ പ്രത്യാശയോർത്ത് എല്ലാ ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Glory to God. Hallelujah. അതന്നല്ലേ അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്. ആമേൻ ആമേ ദൈവം നമ്മളെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ എവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്? ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലോട് കൊണ്ടുവന്നിരിക്കുകയാണ്. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം നൽകുവാനിടയായി. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു? ആമേൻ ഒരു ലോയുടെ കീഴിലായിരുന്നു. എന്ത് ലോ? ഏത് നിയമം? ഒരു മരണത്തിൻ്റെ നിയമം. ഒരു സ്വത്രം പറയാമോ? എൻ്റെ വേഗത ഇച്ചിരി കൂടുതലാണെന്നറിയാം, കാരണം ഇച്ചിരി കുറേ ഉള്ളത് കൊണ്ടാണ്. ആമേ ഹല്ലേലൂയ. ഒരു ലോയുടെ കീഴിലാണ്. എന്തായിരുന്നു ആ ലോ? ദൈവത്തിൻ്റെ ആത്മ പറയുകയാണ്, ഒരു മരണത്തിൻ്റെ ലോ, ഒരു പാപത്തിൻ്റെ ലോ, ഒരു മരണത്തിൻ്റെ നിയമം. ആ നിയമത്തിൽ നിന്ന് കർത്താവ് നമ്മൾ എവിടെ കൊണ്ടുവന്നു? ജീവന്റെ പ്രമാണത്തിൽ കൊണ്ടുവന്നു. കമോൺ ചർച്ച്, എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേ നമ്മളിത് പറയുമ്പോൾ തന്നെ ഈ മിനിസ്ട്രിക്കകത്ത് നിങ്ങൾ ആത്മാവിൽ സെൻസ് ചെയ്യണം, ഇതിനകത്തൊരു ജീവനുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആമേൻ ഒരു പക്ഷേ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ചൈതന്യമില്ലേ? നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സൗഖ്യമില്ലേ? എന്താ അതിന്റെ കാരണം? ഇത് ജീവന്റെ ശുശ്രൂഷയാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇതിനകത്തൊരു ജീവൻ വ്യാപരിക്കുന്നുണ്ട്. എത്ര പേര് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്? ആമേൻ ഈ വചനത്തെ കൈമാറുന്ന സമയത്ത് തന്നെ യേശുവിന്റെ നാമത്തെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ഈ മിനിസ്ട്രി ലൈഫിന്റെ മിനിസ്ട്രി ആയതുകൊണ്ട്, ജീവന്റെ ശുശ്രൂഷ ആയതുകൊണ്ട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ കർത്താവ് ചിലരെ സൗഖ്യമാക്കട്ടെ. ചില ശരീരത്തിൽ ജീവൻ വ്യാപരിക്കട്ടെ, ചില അവയവങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ, രോഗങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കുന്ന ഈ മക്കൾ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഓ രാമ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. 3 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവ് നമ്മളെ എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുവന്നറിയാമോ? ആമേൻ അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് കർത്താവ് നമ്മളെ, 6ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് കർത്താവ് നമ്മളെ ആത്മാവിന്റെ ശുശ്രൂഷയിൽ കൊണ്ടുവന്നു. ആമേൻ ഫ്രം ദ മിനിസ്ട്രി ഓഫ് ലെറ്റേഴ്സ് ശുശ്രൂഷയിൽ നിന്ന്. ആമേൻ ഒരു സമയത്ത് നമ്മൾ എവിടെയായിരുന്നു പ്രിയപ്പെട്ടവരെ? കുറെ ജൽപ്പനങ്ങളിലായിരുന്നു, അല്ലേ? നമ്മൾ കുറെ ജൽപ്പനങ്ങളിലായിരുന്നു, എഴുതിയിരുന്ന എന്തൊക്കെയോ ഇങ്ങനെ വായിച്ചു വിട്ടിരുന്ന അനുഭവങ്ങൾ. എന്നാൽ ആ മരണ ശുശ്രൂഷയിൽ നിന്ന്, ആ അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് കർത്താവ് നമ്മൾ എവിടെ കൊണ്ടുവന്നു? ആത്മാവിന്റെ ശുശ്രൂഷ. ആമേൻ. IPC ലണ്ടൻ സഭയോട് ഞാൻ ആത്മാവിൽ പറയാം, ആമേൻ ഈ സഭയുടെ കൺട്രോൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ്.
ഈ ശുശ്രൂഷയുടെ കൺട്രോള് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. ശരിയാണ്, നമ്മുടെ മീറ്റിംഗ് ഒരുപക്ഷെ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ സമയബന്ധിതമാണെങ്കിലും ഉള്ള സമയം നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. ഞാൻ ദൈവസഭയോട് പറയാം, നിങ്ങൾ 5 മിനിറ്റ് പ്രാർത്ഥിച്ചോളൂ, ആ 5 മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഒരു സ്വതന്ത്രം പറയാമോ? ആമേൻ. ബ്രദറെ, നിങ്ങൾ 5 മിനിറ്റ് പ്രബോധിപ്പിച്ചോളൂ, അത് ആത്മാവിൽ പ്രബോധിപ്പിക്കണം. നിങ്ങൾ 10 മിനിറ്റ് ആരാധിച്ചോളൂ, ബിക്കോസ് ഓഫ് ദ സർക്കംസ്റ്റൻസസ്, പക്ഷെ ആ 10 മിനിറ്റ് നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഇതിനകത്ത് വ്യാപരിക്കുന്നത്, ഇവിടെ ചലിക്കുന്നത്, ഇതിനെ നിയന്ത്രിക്കുന്നത് വ്യക്തിയാകരുത്, മാനുഷിക ബുദ്ധിയാകരുത്, പരിശുദ്ധാത്മാവാകണം. അവിടെയാണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. നമ്മൾ വന്നിരിക്കുന്ന പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ദിസ് ഈസ് കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ വചനം പറയാണ്, ആത്മാവിന് ബന്ധനമില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ആയതുകൊണ്ടാണ് എവിടെയോ ഏതോ രാജ്യത്തിലിരിക്കുന്ന രോഗിക്ക് വേണ്ടി ലണ്ടനിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു സ്വതന്ത്രം പറയാമോ? ഏതോ പട്ടണത്തിലിരിക്കുന്ന പ്രയാസപ്പെടുന്ന രോഗിക്ക് വേണ്ടി നമ്മൾ ലണ്ടനിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്നറിയാമോ? നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ എത്തത്തില്ലെങ്കിലും, നമ്മുടെ വാക്കുകൾ അവിടെ എത്തത്തില്ലെങ്കിലും, നമ്മുടെ വാക്കുകൾക്ക് ബന്ധനമുണ്ടെങ്കിലും, നമ്മുടെ ഫിസിക്കൽ പ്രസൻസിന് ബന്ധനമുണ്ടെങ്കിലും ആത്മാവിന് ബന്ധനമില്ല. നമ്മൾ ഇവിടെ ആരാധിക്കുമ്പോൾ, സിൻസ് ദിസ് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ ശുശ്രൂഷയാകയാൽ മൈലുകൾക്കപ്പുറം, കിലോമീറ്ററുകൾക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറം പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം, വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. രക്തത്താൽ ജയം. കരങ്ങളെ ഉയർത്തി അല്പസമയങ്ങളൊന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാണ്. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അന്യഭാഷയിലൊന്ന് ആരാധിക്കാമോ? ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാകയാൽ എല്ലാ ദൈവമക്കളും അന്യഭാഷകളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ യേശുവിൻ നാമത്തിൽ ഈ ആലയത്തിനകത്ത് സംഭവിക്കുന്നതിനാൽ ഗ്ലോറി 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 the presence of the Holy Spirit. Amen. Hallelujah. 4 അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 4ാമത്തെ വ്യത്യാസം, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. ദയവായി അതിനുവേണ്ടി ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. 3-ാം അധ്യായം, 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ ദയവായി നമുക്കൊന്ന് വായിക്കാം. നോക്കിക്കേ, പൗലോസ് പറയാണ്, അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ തേജസ് നിമിത്തം എന്തായി മാറി? ഒട്ടും തേജസ്. ഏതിനെ കുറിച്ചാണ് പറയുന്നത്? പഴയ നിയമ ശുശ്രൂഷ അത് ഡെഫിനറ്റ്ലി അത് എന്തുള്ളതായിരുന്നു? തേജസ് ഉള്ളതായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലെ അതിമഹത്തായ ശുശ്രൂഷ നിമിത്തം ഈ പഴയ നിയമത്തിൽ എന്തായി മാറി? തേജസ് ഇല്ലാത്തതായി മാറി. ഒരു സ്വതന്ത്രം ചെയ്യാമോ? ഇനി അടുത്ത 11ാമത്തെ വാക്യം നോക്കിക്കേ. നീക്കം വരുന്നത് തേജസ് ഉള്ളതാണെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്. നോക്കിക്കേ, 2 കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, പഴയ നിയമത്തിൽ പറയാണ്, 10ാമത്തെ വാക്യത്തിൽ പറയാണ്, അത് തേജസ് ഉള്ളതായിരുന്നു. പക്ഷേ അതിനേക്കാൾ തേജസ്സേറിയ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ നിമിത്തം പഴയ നിയമത്തിലുള്ളത് എന്തായി മാറി? തേജസ് ഇല്ലാത്തതായി മാറി. ഇനി അടുത്ത് പറയുന്നു, പഴയ നിയമത്തിലുള്ള തേജസ് നീക്കം വരുന്നതായിരുന്നു, പക്ഷേ പുതിയ നിയമത്തിലേതോ നിലനിൽക്കുന്ന തേജസ്. സന്തോഷമുള്ളവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്ന 2ാമത്തെ വ്യത്യാസം, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നെങ്കിലും ആ മഹത്വത്തിന് എന്ത് സംഭവിക്കുകയാണ്? ആ ഗ്ലോറി, ദൈവജനത്തിന്റെ ഇടയിൽ വെളിപ്പെടുന്ന ഗ്ലോറിക്ക് എന്ത് സംഭവിക്കുകയാണ്? അത് നീക്കം വരികയാണ്. പറഞ്ഞേ, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് ഫെയ്ഡിങ്. അത് ഫെയ്ഡ് ചെയ്യപ്പെടുകയാണ്. ഫെയ്ഡ് ചെയ്യപ്പെടുന്നു. ഈ വെളിച്ചം, വലിയ വെളിച്ചം നമ്മൾ പെട്ടെന്ന് ഓഫാക്കുമ്പോൾ ഒരല്പസമയം ഒന്ന് അതിൻ്റെ ഒരു ഇരുണ്ട വെളിച്ചം നമ്മൾ കാണത്തില്ല എന്ന് പറയുന്നത് പോലെ ആ വെളിച്ചം ഇങ്ങനെ ഡിപ്പാർട്ട് ചെയ്ത് പോകുകയാണ്. അതിൻ്റെ റേസ് ഇങ്ങനെ ഡിപ്പാർട്ട് ചെയ്ത് പോകുക എന്ന് പറയുന്നത് പോലെ ഗ്ലോറി വെളിപ്പെട്ടെങ്കിലും ഗ്ലോറി എന്ത് ചെയ്യപ്പെടുകയാണ്? കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഫെയ്ഡ് ചെയ്യപ്പെടുകയാണ്. അതെവിടെ?
പഴയ നിയമത്തിലേത്. പക്ഷേ നമ്മൾ വന്നിരിക്കുന്ന ഈ പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണ്? ഇത് ഫെയ്ഡ് ചെയ്യപ്പെടുന്ന ഗ്ലോറി അല്ല കേട്ടോ, ഇത് നിലനിൽക്കുന്ന ഗ്ലോറിയാണ്. സന്തോഷത്തോടൊരു സ്വത്രം പറ. വീണ്ടും ഇത് തന്നെ ഇതിന്റെ അടുത്തൊരു എക്സ്പ്ലനേഷൻ 13-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. 13-ാമത്തെ വാക്യം കണ്ടേ, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതിരിക്കേണ്ടതിന് മോശ തന്റെ മുഖത്ത് എന്തിടുവാനിട? ഒരു മൂടുപടം ഇടുവാനിടയ. അവിടെ എന്താ പൗലോസ് പറയുന്നേ? ദൈവ തേജസ്സിന് എന്ത് സംഭവിക്കുകയാണ്? മോശയുടെ മേൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ട് അത് നീങ്ങിപ്പോകുകയാണ്. പറഞ്ഞേ, നീങ്ങിപ്പോകുന്നു. ഇറ്റ് ഈസ് മൂവിങ് അവേ, ഇറ്റ് ഈസ് പാസിങ് അവേ. അത് നീങ്ങിപ്പോകുന്നു. പക്ഷേ നമ്മുടെ ഈ പുതിയ നിയമത്തിന്റെ ദൈവ തേജസ്സിനെ കുറിച്ച് എന്താ പൗലോസ് പറയുന്നേ? നിലനിൽക്കുന്ന തേജസ്, നിലനിൽക്കുന്ന തേജസ്. സന്തോഷമുള്ളവർ, വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, പ്രിയപ്പെട്ടവരെ, നീങ്ങിപ്പോകുന്ന ദൈവമഹത്വമുള്ള ഒരിടത്തല്ല നമ്മൾ വന്നിരിക്കുന്നത്. മങ്ങിപ്പോകുന്ന ദൈവമഹത്വമുള്ള ഒരിടത്തല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കകത്താണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഈ പലപ്പോഴും പല ദൈവസഭകളിൽ ദൈവമക്കൾക്ക് ആരാധിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർ പറയുന്നു, ഞങ്ങൾക്കൊരു അന്തരീക്ഷം അനുഭവിക്കുന്നില്ല, ഞങ്ങൾക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും ബാഹ്യമായ അന്തരീക്ഷമാണ് നോക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള 4 മതിലുകൾ, നമ്മുടെ മുമ്പിലുള്ള പ്ലാറ്റ്ഫോം, നമ്മുടെ മുമ്പിലുള്ള പുൾപിറ്റ്, സ്റ്റേജ്, പാടുന്നവർ, പ്രസംഗിക്കുന്നവർ, മുമ്പിലിരിക്കുന്നവർ, കൂടെ ഇരിക്കുന്നവർ, ഈ അന്തരീക്ഷം നോക്കിയാണ് പലപ്പോഴും നമുക്ക് ആരാധന വരുന്നത്. ഈ ബാഹ്യമായ അന്തരീക്ഷത്തെ നോക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ വരുന്നത്. പക്ഷേ ആത്മ കണ്ണുകൾ കൊണ്ട് നമ്മൾ ഇന്ന് പകലിൽ കാണണം, ഈ ആരാധനാലയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ അതിമഹത്തായ ഗ്ലോറി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ എത്ര പേര് ആത്മാവിൽ കാണുന്നുണ്ട് ഈ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ മഹത്വം? ഇത് കാണുമ്പോൾ ഒരാളും നമ്മളോട് പറയണ്ട കൈയടിക്കാൻ, ഒരാളും നമ്മളോട് പറയണ്ട ദൈവത്തെ ആരാധിക്കാൻ. When you see the glory of God in this place, we will worship God. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. എത്ര പേര് ആത്മാവിൽ അത് കാണുന്നുണ്ട്? ഒരു നിമിഷം ആത്മാവിൽ അത് കണ്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിബാരബാബ ശതലരബദനരബ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ദൈവമഹത്വം കാണുന്നവർക്കായി സ്തോത്രം. ആ ദൈവത്തിന്റെ ഗ്ലോറി കാണുന്നവർക്കായി സ്തോത്രം. ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിനകത്ത്, ഈ ഓഡിറ്റോറിയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ജീസസ്. ശ്രദ്ധിച്ചേ. പൗലോസ് പറയുന്നു, അവിടെ അത് ഫെയ്ഡ് ചെയ്യപ്പെടുകയാണ്, അവിടെ അത് നീങ്ങിപ്പോകുകയാണ്. അതിനൊരു കാരണമുണ്ട്. എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ദർശനം, ഒരു വെളിപ്പാട് ഞാൻ പറയാം. ശ്രദ്ധിച്ചേ. എന്താണ് പഴയ നിയമത്തിലെ മഹത്വം നീങ്ങിപ്പോകുന്നത്? എന്താണ് പുതിയ നിയമത്തിലുള്ള മഹത്വം നിലനിൽക്കുന്നത്? ഒറ്റ കാര്യം, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വരവ് മുഴുവൻ വിസിറ്റേഷൻ ആയിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ദൈവം വന്നത് മുഴുവൻ വിസിറ്റേഷൻ ആയിരുന്നു. ദൈവം വെളിപ്പെട്ടതെല്ലാം ഒന്ന് വന്ന് കണ്ടിട്ട് പോകുകയാണ്. മോശയുടെ മുമ്പിൽ ദൈവം വരുന്നു, സംസാരിക്കുന്നു, മടങ്ങിപ്പോകുന്നു. വരുന്ന ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നു. പക്ഷെ തിരിച്ചു പോകുന്ന ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മഹത്വം തിരിച്ചു കയറി പോകുകയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, വന്നു പോകുന്ന ഒരു വിസിറ്റേഷനിലല്ല നമ്മൾ നിൽക്കുന്നത്. ആത്മാവിൽ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. നമ്മളെ കണ്ടിട്ടു പോകുന്ന ഒരു ദൈവ സാന്നിധ്യമല്ല, നമ്മളെ ഞായറാഴ്ച വന്ന് കണ്ടിട്ട് പോകുന്ന ഒരു കർത്താവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ അകത്ത് വസിക്കുന്നു എന്ന് ആത്മാവിൽ പറയാൻ കഴിവുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കം ഓൺ ചർച്ച്, ആത്മാവിൽ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ കഴിയുമോ? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിനകത്ത് വസിക്കുകയാണ്. ഓ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ആ കരങ്ങളെ തട്ടി ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ആത്മാവിൽ ആ കരങ്ങളെ അടിച്ച് ആ ദൈവിക മഹത്വം കണ്ട് ഒന്ന് ആത്മാവിൽ ആരാധിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കണ്ടേ, മോശ മുൾപ്പടർപ്പിൽ ദൈവത്തെ കാണുന്നു, മോശ ഹോരേബിൽ ദൈവത്തെ കാണുന്നു. ദൈവത്തെ മോശ കാണുമ്പോൾ ദൈവത്തിന്റെ ആ തേജസ് മോശയുടെ മേൽ വന്നടിക്കുകയാണ്. മോശയുടെ മുഖത്ത്
ശക്തമായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. പക്ഷെ എന്താ ഫെയ്ഡ് ചെയ്യപ്പെട്ടതിന്റെ കാരണം? ദൈവം തിരിച്ചു കയറിപ്പോയപ്പോൾ തൻ്റെ മുഖത്ത് വെളിപ്പെട്ട തേജസ് ക്രമേണ അത് ഫെയ്ഡ് ചെയ്യപ്പെടുവാനായിട്ടിടയായി, അത് നീങ്ങിപ്പോകുവാനായിട്ടിടയായി. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്താ നമ്മുടെ പ്രത്യേകത? ആമേൻ, വന്ന് കണ്ടു പോകുന്ന ദൈവ സാന്നിധ്യം അല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. ആത്മാവിൽ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഊണിലും ഉറക്കത്തിലും, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ മക്കളുടെ യാത്രകളിൽ, അവർ സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോൾ, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിരന്തരം ആമേൻ. യേശു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, അബൈഡ് ഇൻ മീ, എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിൽ വസിക്കും. ഇതാ നമ്മുടെ പ്രത്യേകത. കർത്താവ് നമ്മിൽ വസിക്കുകയാണ്, നമ്മൾ കർത്താവിൽ വസിക്കുകയാണ്. വിട്ടുമാറാത്തൊരു ദൈവ സാന്നിധ്യം, വിട്ടുമാറാത്ത ദൈവത്തിന്റെ പ്രസൻസ് ഉള്ളപ്പോൾ തന്നെ, സിൻസ് there is a presence of God, അതിനോട് ചേർന്ന് കിടക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വം. മനസ്സിലാ? ആമേൻ. പൗലോസ് പറയുകയാണ്, നമ്മൾ എവിടെ വന്നിരിക്കുന്നേ? എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എന്താ ഈ ശുശ്രൂഷയുടെ പ്രത്യേകത? എന്താ ഈ ആരാധനയുടെ പ്രത്യേകത? എവിടെ നിന്ന കർത്താവ് നമ്മളെ കൊണ്ടുവന്നേ? ആമേ, അവിടെ തേജസ് ഇല്ലായിരുന്നു എന്നല്ല, അല്പം തേജസ് ഉള്ളത്, ഈ അധികം തേജസ് ഉള്ളത് നിമിത്തം എന്തായി മാറി? തേജസ് ഇല്ലാത്തതായി അത് മാറിപ്പോകുവാനിടയായി. ഹല്ലേലൂയ. തേജസ്സേറിയ ശുശ്രൂഷയിൽ. ഇനി ഇതാണ്ട് നമ്മൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തെ കുറിച്ച് പരിശുദ്ധാത്മ പറയുന്ന ഒരു വാക്ക് 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡ്. കമോൺ, ഒന്ന് വായിച്ച് സഹായിക്കാമോ? 2 Corinthians chapter 4 verse 4, 4-ന്റെ 4-ാമത്തെ വാക്യം. നോക്കിക്കേ, ഇവിടെ ദൈവത്തിന്റെ ആത്മാവിൽ ആമേൻ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആമേൻ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ, ആ വാക്കെന്ന് പറഞ്ഞേ, തേജസ്സുള്ള സുവിശേഷം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെന്ന് പറഞ്ഞേ, ഇത് ഗ്ലോറിയസ് ആണ്. എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞേ, സന്തോഷത്തോടെ, പാതി കയ്യിലല്ല, മുഴുവൻ കൈ ഉയർത്തി പറഞ്ഞേ, ഇത് പറഞ്ഞേ, ഗ്ലോറിയസ് ആണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ സുവിശേഷം ഇത് തേജസ്സേറിയ സുവിശേഷമാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ സുവിശേഷം സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ആരംഭ സമയം മുതൽ ഇതിനെതിരെയുള്ള പ്രശ്നം ആരംഭിച്ചത്, അല്ലേ? ആമേൻ. അന്നത്തെ മതശക്തികൾ, അന്നത്തെ റോമ സാമ്രാജ്യം, അന്നത്തെ തീവ്രവാദ ശക്തികൾ, ആമേൻ, മതശക്തികൾ, ആമേൻ, വർഗീയ ശക്തികൾ, ആമേൻ, രാജകീയ ഭരണകൂടങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, കത്തോലിക്ക സഭയുൾപ്പെടെ എല്ലാം, ആമേൻ, ഈ മാർഗത്തെ മുച്ചോട് മുടിക്കാൻ നോക്കിയതാ. ഹല്ലേലൂയ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകത്തെ കീഴ്മേൽ മറിച്ച് 2000 വർഷങ്ങൾക്കുള്ളിൽ ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ച് ഈ സുവിശേഷം ജയയാത്ര തുടരുന്നതിന്റെ കാരണം എന്നറിയാമോ? പറഞ്ഞേ, ഇത് ഗ്ലോറിയസ് ആയതുകൊണ്ടാ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. ഏത് രാജ്യം ഈ സുവിശേഷം തടയുന്നുണ്ടോ ആ രാജ്യത്തിൽ ഇത് കത്തിപ്പടർന്നിട്ടുണ്ട്. ഒരു ആമേൻ പറയാമോ? ഏത് കുടുംബം ഇതിനെ തടഞ്ഞിട്ടുണ്ടോ ആ കുടുംബത്തെ ഇത് പിടിച്ചിട്ടുണ്ട്. ഏത് വ്യക്തി ഈ സുവിശേഷത്തിന് ബദലായി നിന്നിട്ടുണ്ടോ ആ വ്യക്തിയെ പരിശുദ്ധാത്മാ പിടിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, സൗദി അറേബ്യയിൽ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യം. പക്ഷെ നിങ്ങൾക്കറിയാമോ, അവിടെ ആഴ്ചയിലായിരുന്നു സ്നാനങ്ങൾ. ഇതിനകത്തിരിക്കുന്ന നിങ്ങളിൽ പലരും, ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസത്തിലാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ റൂട്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന റൂട്ട് ചിലപ്പോൾ അങ്ങ് സൗദിയിൽ കാണും. എവിടെങ്കിലും അനേക സ്നാനങ്ങൾ. എവിടെയാ? സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യം. സുവിശേഷത്തെ, വേദപുസ്തകത്തിന് ഒരു പേജ് പോലും കേറ്റാൻ കഴിയാത്ത ആ രാജ്യത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിനെ അറിയുവാനിടയായി. ഇന്ന് പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഞാൻ വന്നതിന്റെ കാരണം എന്നാ? എൻ്റെ മാതാപിതാക്കൾ അവിടെ വെച്ച് വിടുവിക്കപ്പെട്ടത് കൊണ്ടാണ്. അവരെങ്ങനെ വന്നത്? അവരെ കൊണ്ടുവന്ന വ്യക്തിയും അവിടെ വെച്ച് വിടുവിക്കപ്പെട്ടതാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ മുഖാന്തരം ഇന്ന് വെസ്റ്റ് ബംഗാളിൽ വിടുവിക്കപ്പെടാൻ പോകുന്ന ആയിരങ്ങൾ എവിടെ വെച്ച്? എന്താ അതിന്റെ സോഴ്സ്? ഏതാ അതിന്റെ റൂട്ട്? ആ രാജ്യമാണ്. ഏത് രാജ്യം തടഞ്ഞോ അതേ രാജ്യത്തിൽ ദൈവപ്രവൃത്തി നടക്കുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, രാജ്യം ഇത് തടഞ്ഞാൽ ആ രാജ്യത്തിൽ ഇത് കത്തിപ്പടരും. കുടുംബം ഇത് തടഞ്ഞാൽ ആ കുടുംബത്തിൽ ആരെങ്കിലും ദൈവം പിടിക്കും. ഒരു വ്യക്തി ഇതിനെ തടഞ്ഞാൽ ആ വ്യക്തിയെ ഇതിന്റെ വക്താവാക്കി മാറ്റും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആത്മാവിൽ ഒന്ന് പ്രതികരിച്ച് പറ, ഇത് ഗ്ലോറിയസ് ആണ്. ദിസ് ഈസ് ഗ്ലോറിയസ്. വിശ്വസിക്കുന്നവര് കരങ്ങളെ തട്ടി ഒന്നും കൂടെ ആത്മാവിൽ സന്തോഷത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. അണ്ടേ പിശാച് എന്ത് ചെയ്യാന്നറിയാമോ? ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്.
പിശാച് ചില മനസ്സുകളെ സുവിശേഷത്തിൻ്റെ പ്രകാശനം പ്രകാശിക്കാതിരിക്കേണ്ടതിന് ചില മനസ്സുകളെ പിശാച് അടച്ചു വെക്കുകയാണ്, മൂടുപടമിട്ട് അടച്ചു വെക്കുകയാണ്. പക്ഷേ നിങ്ങൾ 2 കൊരിന്ത്യർ ലേഖനം 3:18 വാക്യം നോക്കിക്കേ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആ വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്ന് പറയാമോ? എൻ്റെ അകത്ത് ദൈവമഹത്വമുണ്ട്. പറഞ്ഞേ, എൻ്റെ അകത്ത് ദൈവമഹത്വമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയാണ്, മൂടുപടം വീണ മുഖത്ത് നിന്ന് ആ മൂടുപടം നീങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ തേജസ് മുഖത്ത് കണ്ണാടി പോലെ എന്ത് ചെയ്യാണ്? റിഫ്ലക്റ്റ് ചെയ്യാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ ആത്മാവിൽ പറയാം, ഒരു ഭാഗത്ത് പിശാച് ചില മനസ്സുകളിലേക്ക് സുവിശേഷത്തിന്റെ തേജസ് കേറാതിരിക്കാൻ മൂടുപടം വെച്ച് അടച്ചു വെച്ചിരിക്കുമ്പോൾ, ആത്മാവിൽ ദൈവസഭയോട് ഞാൻ പറയാം, ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? നമ്മുടെ അകത്ത് ഈ ദൈവത്തിന്റെ തേജസ്സിനെ പകർന്നിരിക്കുക. എന്താ നമ്മുടെ നിയോഗം? ഈ ദൈവ തേജസ്സിനെ ഒരു കണ്ണാടി എങ്ങനെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുവോ അതുപോലെ ദൈവത്തിന്റെ തേജസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു നിയോഗം എൻ്റെ മേലും നിങ്ങളുടെ മേലും കിടക്കുകയാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. പിശാച് നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആരൊക്കെയോ പിശാച് അവരുടെ മനസ്സുകളെ സുവിശേഷം കേറാതെ വണ്ണം, സുവിശേഷം വിശ്വസിക്കാതെ വണ്ണം അവരുടെ മനസ്സുകളെ ഒരു മൂടുപടം വെച്ച് അടച്ചു വെച്ചിരിക്കുമ്പോൾ, ദൈവം ഇന്ന് പകൽ വിശ്വസിക്ക്, എന്നെ അവരുടെ കണ്ണിനെ തുറക്കാൻ, ആ മൂടുപടത്തെ അടിച്ച് അവരുടെ ഹൃദയങ്ങളിൽ ദൈവ തേജസ് പ്രകാശിക്കാൻ, എന്നെ ഒരു തേജസ്സാക്കി എന്നിലൂടെ തേജസ് റിഫ്ലക്റ്റ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കും? ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയാം, ലണ്ടൻ മണ്ണിൽ പിശാച് അടച്ചുവെച്ച ചില ഹൃദയങ്ങളെ, അടച്ചുവെച്ച ചില മനസ്സുകളെ, മൂടുപടം വെച്ച് അടച്ചുവെച്ച ചില മനസ്സുകളിലേക്ക് ദൈവത്തിന്റെ തേജസ് നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ, നിങ്ങൾ ഏറ്റെടുക്കാമെങ്കിൽ, ഓ റബരമന ഹസ്തമനഗദന യേശുവിന്റെ നാമത്തിൽ ആ നിയോഗം ഏറ്റെടുക്കാമെങ്കിൽ ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളൊരു മഹത്വമാക്കി, ദൈവം നിങ്ങളെ ആ മഹത്വത്തിന്റെ ാക്കി മാറ്റാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ആ നിയോഗത്തെ സ്വീകരിക്കുക. അന്യഭാഷയിൽ ആരാധിച്ച് അല്പസമയങ്ങൾ ആ ദൂതനെ ആത്മാവിൽ സ്വീകരിക്കുക. പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ യേശുവിന്റെ നാമത്തിൽ. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ രാജ്യത്തിൽ വന്നത് കേവലം ഒരു പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല. ആരെയൊക്കെയോ വിടുവിക്കേണ്ടതിന്, ആരുടെയൊക്കെയോ കണ്ണുനീര് മാറ്റേണ്ടതിന്, ഏതൊക്കെയോ അടഞ്ഞ മൂടുപടത്തെ നീക്കേണ്ടതിന്, പിശാച് അടച്ചുവെച്ച ചില മനസ്സുകളെ കുരുട്ട് മാറ്റേണ്ടതിന്, ദൈവ തേജസ്സിനെ പ്രകാശിപ്പിക്കേണ്ടതിന് ദൈവം ഈ രാജ്യത്തിനെ കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്ന ഈ മക്കൾ ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചാട്ടെ. ആത്മാവിൽ വിശ്വസിക്കുക. ചില കണ്ണുകളെ തുറക്കേണ്ടതിന്, ചില അകക്കണ്ണുകളെ തുറക്കുക. പിശാചിന്റെ മൂടുപടങ്ങളെ കീറി മാറ്റുക. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്വീകരിക്കുക. യെസ്. വായികളെ തുറന്ന് അല്പസമയങ്ങൾ അന്യഭാഷകളൊക്കെ ആരാധിച്ച് ആ നിയോഗത്തെ ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമ്മളിൽ ചിലരെ തൊടുകയാണ്. ആ തേജസ് വിളങ്ങട്ടെ. എത്ര പേര് ആത്മാവിൽ മോശ പറഞ്ഞതുപോലൊന്ന് പറയും? നിങ്ങൾ അധികാരത്തെ ഏറ്റെടുത്ത് ആത്മാവിലൊന്ന് പറയും, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് മോശ ആ ഫറവോന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞതുപോലെ ആത്മാവിൽ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? പിശാചേ, നീ അടച്ചുവെച്ച ചില മനസ്സുകളെ, നീ അടച്ചുവെച്ച ചില ഹൃദയങ്ങളെ ആത്മാവിൽ തുറന്നു തരിക എന്ന് നിങ്ങൾ നാളുകളായി സുവിശേഷം പറഞ്ഞ ചില വ്യക്തികൾ, നിങ്ങൾ സുവിശേഷം പറഞ്ഞ കുടുംബങ്ങൾ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ അതോറിറ്റി ഏറ്റെടുത്ത്, നിയോഗം ഏറ്റെടുത്ത് ആത്മാവിൽ നിങ്ങൾ കൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ ചില വെയിലുകൾ കീറിമാറുകയാണ്, ചില മൂടുപടങ്ങൾ കീറിമാറുന്നു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. I can sense in my spirit the Lord is doing that.
വിശ്വസിക്കുന്നവർ ആത്മാവിൽ അത് സ്വീകരിക്ക്. ആത്മാവിൽ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങ്, പ്രതികരിക്കാൻ തുടങ്ങ്. Respond to the word of God. Respond to the mission that the Holy Spirit gives you in the name of Jesus. Jesus, Jesus, Jesus. Kriba, 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 kriba. Thank you, Lord. Thank you, Lord. Shamana degana hastamana dharajara vaidamanaga jalagadanaga shadalamanaga അർത്ഥമനജനക ശബ്ദരാജനാഥന. ഓ ആമേൻ. യേശുവിന്റെ നാമത്തിൽ പീഡിതന്മാരെ വിടുവിച്ചയക്കാൻ, പ്രസാദവർഷം പ്രസംഗിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തു എന്ന് യേശു പറഞ്ഞതുപോലെ ഇന്ന് പകൽ നമ്മുടെ മേലും ഒരു അഭിഷേകം പകർന്നിരിക്കുകയാണ്. കുരുട്ട് കണ്ണുകളെ തുറക്കാൻ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പറഞ്ഞേ, എൻ്റെ മേലൊരു ദൈവമഹത്വമുണ്ട്. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞു, എൻ്റെ മേലൊരു ദൈവമഹത്വമുണ്ട്. ആമേൻ. നിങ്ങളുടെ മേലൊരു ദൈവമഹത്വമുണ്ട്. ഇത് ഫിസിക്കലായി നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ ആത്മാവിൽ ഒരു ദൈവമഹത്വമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആത്മമണ്ഡലത്തിൽ നമ്മളെ കവർ ചെയ്തിരിക്കുന്ന ഒരു ദൈവമഹത്വമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഒന്നും കൂടെ അതിനൊന്ന് എലാബറേറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചേ. ആമേ. സി, ഫിസിക്കലായി നമ്മൾ കാണുന്നില്ല, പക്ഷെ ബിലീവ് ഇറ്റ്, നമ്മുടെ ആത്മമണ്ഡലത്തിൽ, നമ്മുടെ സ്പിരിച്വൽ റലത്തിൽ ദൈവം നമ്മളെ ഈ ദൈവ തേജസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ആമേൻ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസും ശീലാസും ഒരു ചന്തസ്ഥലത്തൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നോക്കിക്കേ, ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീ, ആമേൻ, നമുക്കറിയാം ആയിരങ്ങൾ ആ ചന്തയിലുണ്ട്. ആമേൻ. ഈ വെളിച്ചപ്പാടത്തി സ്ത്രീ ഈ പൗലോസിനെയും ശീലാസിനെയും വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, അതാരെന്നറിയാമോ? ദേ ആർ ദ സെർവൻസ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ദൈവത്തിൻ്റെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഞാൻ ഒത്തിരി ചിന്തിച്ചു, എങ്ങനെ ഈ സ്ത്രീക്ക് അത് പറയാൻ പറ്റി? ഈ പൗലോസിൻ്റെ ശീലാസിൻ്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഞങ്ങൾ പാസ്റ്റേഴ്സ് ആണെന്ന്? അവർ വല്ല പ്ലേ കാർഡും കൊണ്ട് നടക്കുകയാണോ? ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. ആമേൻ. ആ സ്ത്രീ അല്ല പറഞ്ഞത്. എന്തിനേറെ പറയുന്നു, പൗലോസിന്റെ കൂടെ നിൽക്കുന്ന ശീലാസ് കാണുന്നില്ല, ശീലാസിന്റെ കൂടെ നിൽക്കുന്ന പൗലോസ്, ശീലാസിൽ ഒരു വ്യത്യാസം കാണുന്നില്ല. പക്ഷെ ആ ദുരാത്മാവ് ബാധിച്ച സ്ത്രീ, ആ സ്ത്രീയുടെ അകത്തിരിക്കുന്ന ദുരാത്മാവ് കാണുന്ന ഒരു കാര്യമുണ്ട്. പൗലോസിനെ ശീലാസിനെ ചുറ്റിമറയുന്ന സംതിങ് സൂപ്പർ നാച്ചുറൽ, സംതിങ് ഗ്ലോറിയസ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അവരെ ചുറ്റിമറയുന്ന ഒരു ദൈവ സാന്നിധ്യം, അവരെ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേൻ. നിങ്ങൾ ആത്മാവിൽ കാണുന്നുണ്ടോ? നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെ ചുറ്റിമറയുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം. നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ വാഹനത്തെയും നിങ്ങളുടെ സഭയെയും നിങ്ങളുടെ ഭവനത്തെയും ചുറ്റിമറയുന്ന ഒരു ദൈവമഹത്വം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ, കമോൺ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. പിശാച് നമുക്കെതിരെ പദ്ധതികൾ ഒരുക്കാഞ്ഞിട്ടല്ല, പിശാച് നമുക്കെതിരെ പ്ലാനുകൾ ഒരുക്കാഞ്ഞിട്ടല്ല. ആണോ? ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ പിശാച് എനിക്കെതിരെ ഒരു പദ്ധതിയും ഒരുക്കാഞ്ഞിട്ടാണെന്ന്? പിശാച് നമുക്ക് വേണ്ടി പലയിടങ്ങളിൽ വട്ടം കറങ്ങിയിട്ടില്ല എന്ന് എന്തിനേറെ പറയുന്നു. പഴയ നിയമത്തിലെ ഭക്തനായ യോബിന്റെ വീടിന് ചുറ്റും പിശാച് കുറേ വട്ടം കറങ്ങി. തൻ്റെ തലമുറകൾക്ക് ചുറ്റും ഒരുപാട് വട്ടം കറങ്ങി. അദ്ദേഹത്തിൻ്റെ സമ്പത്തിന് ചുറ്റും, ആമേൻ, എല്ലാം വട്ടം കറങ്ങി അവസാനം മടുത്തിട്ട് ദൈവത്തോട് വന്ന് പറയുക, ദൈവമേ, നീ യോബിനും തൻ്റെ മക്കൾക്കും തൻ്റെ അവകാശങ്ങൾക്ക് ചുറ്റും എന്ത് ചെയ്തിരിക്കുകയാണ്? വേലി കെട്ടിയിരിക്കുകയാണ്. ഞാൻ പലതവണ ചിന്തിച്ചു, ആമേ, പിശാചിന് പൊളിക്കാൻ കഴിയാത്ത ഏത് മുള്ളുവേലിയാ ഉള്ളേ? ഹലോ അച്ഛാ, പിശാചിന് പൊളിക്കാൻ കഴിയാത്ത ഏത് ഇരുമ്പ് വേലിയാ ഉള്ളേ? ഇത് കേവലം ഒരു മുള്ളുവേലിയോ ഇരുമ്പ് വേലിയോ ഒന്നും അല്ല കേട്ടോ. സംതിങ് മോർ ദാൻ ദാറ്റ്. പിശാചിന് കയറാൻ കഴിയാത്ത, അവൻ്റെ സൈന്യത്തിന് കയറാൻ കഴിയാത്ത, അവൻ്റെ ആധിപത്യങ്ങൾക്ക് കയറാൻ കഴിയാത്ത, പൈശാചിക ശക്തികൾക്ക് ഇൻട്രൂഡ് ചെയ്യാൻ കഴിയാത്ത, ദുരാത്മ മണ്ഡലങ്ങൾക്ക് കയറാൻ കഴിയാത്ത ദൈവമഹത്വത്തിന്റെ കവറിങ് എത്ര പേര് ആത്മാവിൽ കാണുന്നുണ്ട്? എന്നെയും നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആത്മാവിൽ കവർ ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമഹത്വത്താൽ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. സന്തോഷത്തോടെ ആത്മാവിൽ ദൈവത്തിന് നന്ദി പറ. ഗ്ലോറി, ഹല്ലേലൂയ. ശബരദലരബദന ഹസിയാതരബ ചുദമനഗദനരബ ശംതലരബ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളെ കവർ ചെയ്തിട്ടുള്ളതിനാൽ സ്തോത്രം, ഞങ്ങളെ മറച്ചതിനാൽ സ്തോത്രം, ഞങ്ങളുടെ ചുറ്റും ഉള്ള ദൈവമഹത്വത്തിനായി സ്തോത്രം. ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സന്തോഷിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ.
ഈ പുതിയ നിയമ ശുശ്രൂഷയോർത്ത് എല്ലാ ദൈവമക്കളും ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇത് ആമേൻ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആത്മാവിൽ വെളിപ്പെട്ടിരിക്കുന്ന ഒരു ദൈവമഹത്വമാണ്. നിശ്ചയമായിട്ട് നമ്മുടെ ആത്മാവിൽ, നമ്മുടെ സ്പിരിച്വൽ തലത്തിൽ ഒരു ഭയങ്കര ദൈവമഹത്വം നമ്മളെ മൂടിയിട്ടുണ്ട്. പക്ഷേ at the same time, ആരെങ്കിലും ഒരിക്കൽ ഒന്ന് വായിച്ച് സഹായിക്കണമേ. അതെ, ഇവിടെ പൗലോസ് പറയുകയാണ്, ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യായി ഞങ്ങൾക്ക് തേജസിന്റെ നിത്യഘനം കിട്ടിയെന്നാണോ? അല്ല, ഞങ്ങൾ പ്രാപിക്കാൻ പോകുന്ന തേജസ്. നമ്മളിപ്പോൾ എന്താ ചിന്തിച്ചേ? നമ്മൾ പ്രാപിച്ച ഒരു ദൈവ തേജസ്. അതെവിടെ? നമ്മുടെ ആത്മാവിൽ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മമണ്ഡലത്തിൽ എന്തുണ്ടെന്ന് അറിയാമോ? ഒരു മഹത്വം നമ്മളെ കവർ ചെയ്തിട്ടുണ്ട് ഇൻ ദ സ്പിരിച്വൽ റലം. പക്ഷേ കേവലം ഈ സ്പിരിച്വൽ റലത്തിൽ മാത്രമല്ല, ഒരു ദിവസം വരാൻ പോവാ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇതാ നമ്മുടെ പ്രത്യാശ. ഒരു ദിവസം വരാൻ പോവാ. ആ ദിവസം ആമേൻ, സ്പിരിച്വൽ റലത്തിൽ മാത്രമല്ല, ഫിസിക്കലായി ദൈവ മഹത്വം നമ്മളെ വന്ന് മൂടാൻ പോകുകയാണ്. അത് പ്രതീക്ഷയുള്ളവർ, പ്രത്യാശയുള്ളവര് ആ കരങ്ങളെ നല്ലപോലെ ഒന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം പറ. വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മളെ ദൈവത്തിന്റെ മഹത്വം ഒന്ന് മൂടാൻ പോവാ. അതാണ്ട് എന്താ ഇവിടെ വായിച്ചേ? പൗലോസ് പറയുകയാണ്, ആമേൻ, ദൈവ തേജസ്സിന്റെ നിത്യ കനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുകയാണ്. ഇത് തന്നെ വേറൊരു വാക്യം, നമുക്ക് വളരെ സുപരിചിതമായ മറ്റൊരു വാക്യം കൂടെ ഉണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ദയവായി ആ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം 8-ന്റെ 18-ാമത്തെ വാക്യം. ആ വാക്യം ശ്രദ്ധിച്ചേ, ആ വാക്യം ഒന്നും കൂടെ നമുക്ക് നിർത്തി വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള, ആ വാക്കൊന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും. നമ്മിൽ വെളിപ്പെട്ട തേജസ് എന്നല്ല, നമ്മിൽ എന്ത് ചെയ്യാൻ പോവാണ്? സംതിങ് വിച്ച് ഈസ് ഗോണ ബി റിവീൽഡ്, സംതിങ് വിച്ച് ഈസ് ഗോയിങ് ടു ബി മാനിഫെസ്റ്റഡ്. നമ്മിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന, നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന ഒരു ദൈവമഹത്വം. ഒരു സ്തോത്രം പറ, ഒരു സ്തോത്രം പറ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ദാണ്ടെ പൗലോസ് പറയുകയാണ്, ആമേ നമ്മളിൽ ദൈവമക്കളെ, നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന ഒരു ദൈവത്തിന്റെ ഗ്ലോറിയുണ്ട്. ആമേ, കൊരിന്ത്യർക്കെതിരെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസിന്റെ നിത്യ ഘനം. ഞാൻ പറഞ്ഞില്ലേ, ഈ തേജസ്സിന് എന്തുണ്ടെന്ന് അറിയാമോ? അതിൻ്റെ വിവിധ അളവുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വായിച്ചത്, പഴയ നിയമത്തിൽ തേജസ് ഉണ്ട് എങ്കിലും അത് കുറഞ്ഞ തേജസ്സാണ്. എന്നാൽ അതിമഹത്തായ തേജസ് വന്നപ്പോൾ ആ തേജസ് ഒട്ടും തേജസ്സില്ലാതായി മാറി. അത് വളരെ ചെറുതായി എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇതോ നമ്മൾ വന്നിരിക്കുന്ന ഈ തേജസ്, ഇത് അതിമഹത്തായ തേജസ്സാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ദാണ്ടെ തേജസ്സിന്റെ നിത്യ ഘനം, ദ വെയിറ്റ്, എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി. സന്തോഷത്തോടെ സ്തോത്രം പറ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. ഹല്ലേലൂയ. ആണ്ട് ഈ എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി ഓർക്കുമ്പോൾ പൗലോസ് പറയുന്ന 2 വാക്കുകളുണ്ട് തൻ്റെ കഷ്ടവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ കഷ്ടം എങ്ങനെയുള്ള കഷ്ടമെന്നറിയാമോ? ഞാൻ എൻ്റെ കഷ്ടത ദൈവ തേജസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. പ്രൈസ് ഗോഡ്. എന്താണ് അദ്ദേഹം തൻ്റെ കഷ്ടതയെക്കുറിച്ച് പറയുന്നത്? എൻ്റെ കഷ്ടത എത്ര നേരത്തെ കഷ്ടതയാണ്? പൗലോസിന്റെ കഷ്ടത ഞൊടി നേരത്തെ കഷ്ടമായിരുന്നോ? ആയിരുന്നോ വെച്ചാ? പൗലോസിന്റെ കഷ്ടത 1 മാസം 2 മാസം 1 വർഷം 2 വർഷം നീണ്ടു നിന്ന കഷ്ടതയായിരുന്നോ? അല്ല. ആമേൻ. യേശുവിനെ അറിഞ്ഞ അന്നു മുതൽ മരിച്ച് കല്ലറയ്ക്കകത്ത് കയറുന്ന അന്നു വരെ അദ്ദേഹം കഷ്ടത മാത്രം അനുഭവിച്ച വ്യക്തിയാ. പക്ഷെ ഈ പൗലോസ് പറയുകയാണ്, എൻ്റെ കഷ്ടത കുറച്ച് നേരത്തെ കഷ്ടതയാണെന്ന്. സ്തോത്രം പറ. അടുത്ത പൗലോസ് പറയുന്നു, എൻ്റെ കഷ്ടത ലഘുവായ കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അഫ്ലിക്ഷൻ, ചെറുതാണ്, നിസ്സാരമാണ്. നമുക്കറിയാം പൗലോസിന്റെ കഷ്ടത ലഘുവായ കഷ്ടമായിരുന്നില്ല. എൻ്റെയും നിങ്ങളുടെയൊക്കെ കഷ്ടത ലഘുവായ കഷ്ടമാണ്. പക്ഷെ പൗലോസിന്റെ കഷ്ടത ലഘുവായ കഷ്ടമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിക്കേ, എങ്ങനെ ജീവിച്ച വ്യക്തിയാം? രാജകീയമായി ജീവിച്ച വ്യക്തി അല്ലേ? റോയൽ ലിവിംഗ് ആയിരുന്നു. കപ്പൽ മുതലാളിയുടെ മകനായി ജനിച്ചു. ഉന്നതമായി വിദ്യാഭ്യാസം നേടി, ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ചു. ധനാഢ്യ
ധനാഢ്യനായ മനുഷ്യൻ, അവൻ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന വ്യക്തി, ഹല്ലേലൂയ, ഇങ്ങനെ ഉന്നത പദവിയിലിരുന്ന ഒരു മനുഷ്യൻ നണ്ടേ യേശുവിനെ അറിഞ്ഞ നിമിത്തം അവൻ ഒരു തെരുവിലൂടെ ചത്ത നായ എങ്ങനെ വലിച്ചിഴയ്ക്കുമോ അവൻ വലിച്ചിഴയുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എൻ്റെ കഷ്ടത ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണെന്ന്. ഈ പൗലോസിനോട് ചോദിച്ച, പൗലോസേ താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ താങ്കളുടെ കഷ്ടത ഞൊടി നേരത്തെ ലഘുവായ കഷ്ടമായിരുന്നെന്ന്? അങ്ങനെ ആയിരുന്നില്ലല്ലോ. അടികൊണ്ടില്ലേ, ജയിലിൽ കിടന്നില്ലേ, നഗ്നനായില്ലേ, പീഡനങ്ങൾ സഹിച്ചില്ലേ, കടലിലെ ആപത്ത് സഹിച്ചില്ലേ, സഹോദരങ്ങളാലുള്ള ആപത്ത് സഹിച്ചില്ലേ, അവസാന രക്തസാക്ഷിയായില്ലേ? എങ്ങനെയാ തൻ്റെ കഷ്ടത എങ്ങനെ പറയാൻ പറ്റുന്നു ഇത് ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമെന്ന്? പൗലോസിന്റെ മറുപടി ഇങ്ങനെയായിരിക്കും, ഞാൻ കമ്പയർ ചെയ്തത് ഈ ലോകത്തിലെ സ്ഥാനം വെച്ചല്ല കേട്ടോ. സ്തോത്രം പറ. ഞാൻ എൻ്റെ കഷ്ടത തുലനം ചെയ്തത് ഈ ലോകത്തിലെ ഫെയിം വെച്ചല്ല, പ്രസിദ്ധി വെച്ചല്ല. ഞാൻ എൻ്റെ കഷ്ടതയെ തുലനം ചെയ്തത് ഈ ലോകത്തിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സമ്പത്ത് വെച്ചല്ല. ഒരുപക്ഷെ എനിക്ക് കിട്ടാൻ പോകുന്ന വലിയ കസാരയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടത സഹിക്കുന്നെങ്കിൽ ഞാൻ പറയും അതിലും ഭേദം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, മറ്റേതാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പക്ഷേ ആ നിത്യതയോർക്കുമ്പം, ആ നിത്യ തേജസിന്റെ കനമോർക്കുമ്പോ എനിക്ക് കഷ്ടം സാരമല്ല. കമോൺ കമോൺ കമോൺ. എത്ര ദൈവമക്കൾക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ? ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ആ തേജസിന്റെ നിത്യ ഖനമോർക്കുമ്പോൾ ഈ അടികൊള്ളുന്നത് സാരമല്ല, ഈ ജയിലിൽ കിടക്കുന്നത് സാരമല്ല, ഈ പട്ടിണി കിടക്കുന്നത് സാരമല്ല, എന്റെ തണുപ്പിന് എനിക്ക് പുതയ്ക്കാൻ പുതപ്പില്ലാത്തത് പോലും. ഉടമനഘടക ശബ്ദലരമ. നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ നിത്യതയുടെ വെളിപ്പാട് നമ്മുടെ അകത്തേക്ക് പ്രകാശം പ്രതികരിച്ചേ. Come on, everybody start praising God. ആ നിത്യതയോർത്ത് എല്ലാ ദൈവമക്കളും അല്പസമയങ്ങളൊന്ന് വായികളെ തുറന്നേ, ദൈവത്തിന് നന്ദി പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം ചെയ്തേ. ആ നിത്യതയോർക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ആ തേജസിന്റെ നിത്യ ഖനമോർക്കുമ്പോ ഇത് സാരമല്ല, ഇത് സാരമല്ല, ഇത് സാരമല്ല. ഇന്ന് പകലിൽ എത്ര ദൈവമക്കൾക്ക് ബോൾഡായിട്ട് പറയാൻ കഴിയും, when I consider the eternal weight of glory, this affliction is light to me. ഇത് ചെറുതാണ്, ഇത് നിസ്സാരമാണ്. അങ്ങനെ പറയാൻ കഴിയുന്ന ദൈവമക്കൾ come on, വായികളെ തുറന്ന് ദൈവസന്നിധിയിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ. പ്രതികരിക്ക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്താ പൗലോസിന് ഇത്ര ബോൾഡ്നെസ്? അതിന്റെ കാരണം എന്നറിയാമോ? എന്താ പൗലോസ് ഇത്ര ധൈര്യത്തോട് ഇത് പറയുന്നേ? അതിന്റെ കാരണം പൗലോസ് വാസ്തവത്തിൽ ദൈവത്തിന്റെ മഹത്വം കണ്ട വ്യക്തിയാണ്. ഒരു സഹോദരൻ പറയാമോ? He have seen the glory of God. ദൈവത്തിന്റെ മഹത്വം കണ്ട വ്യക്തിയാണ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ട വെളിച്ചത്തിന്റെ കാര്യമല്ല പറയുന്നേ, പകരം നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവേശുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എവിടം വരെ വെച്ചാ? ടു ദ തേർഡ് ഹെവൻ. 3 സ്വർഗം. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ 3 സ്വർഗം വരെ പോയ പൗലോസ് മറ്റൊന്നും കണ്ടില്ലെങ്കിലും, ദൂതന്മാരെ കണ്ടില്ലെങ്കിലും, നമുക്ക് വെച്ചിരിക്കുന്ന പലതും കണ്ടില്ലെങ്കിലും നിശ്ചയമായിട്ട് കണ്ടു കാണണം ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വം. ആ ദൈവ മഹത്വം കണ്ടുവന്ന പൗലോസിന്റെ വാക്കുമാറി. ഇപ്പൊ പൗലോസ് പറയുക, എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുകയാണെങ്കിൽ യേശുവിന്. സ്തോത്രം പറയാമോ? അതെന്താ പൗലോസേ? നമ്മള് ഒരാൾ മരിച്ചു കിടക്കുമ്പോ ഫ്യൂണറൽ സർവീസിന് എനിക്ക് മരിക്കുന്നത് ലാഭോ ജീവിക്കുന്നെങ്കിൽ യേശുവിനെന്ന് ചുമ്മാതെ പറയുന്ന ജൽപ്പനം പോലെയല്ല പൗലോസ് പറയുന്നേ. ഹി മെന്റ്, അദ്ദേഹം അത് ഉറപ്പിച്ചു പറഞ്ഞതാണ്. അദ്ദേഹം അത് ഹൃദയത്തിൽ തട്ടിട്ട് പറയുകയാണ്, മരിക്കുന്നതാ എനിക്ക് ലാഭം, മരിക്കുന്നതാ എനിക്ക് ലാഭം. എന്താ കാരണം? ആ തേജസിന്റെ നിത്യകാലം എനിക്ക് വേഗത്തിൽ കിട്ടാൻ കാരണമാകും. എനിക്ക് ആ വേഗത്തിൽ നിത്യതയിൽ ചെല്ലാൻ കഴിയും, വേഗത്തിൽ അവിടെ ചെല്ലാൻ കഴിയും. ഓ ജീസസ്, ഹല്ലേലൂയ. പൗലോസിന്റെ വാക്കുകൾ മാറുന്നു, പൗലോസിന്റെ ജീവിത ശൈലി മാറുന്നു, പൗലോസിന്റെ തീരുമാനങ്ങൾ മാറുന്നു. ആ നിത്യതയുടെ ദർശനം പ്രാപിച്ചു വന്ന പൗലോസ് പറയാണ്, ഫോർ മീ ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ദാറ്റ് ഐ ഡൈ. ഞാൻ മരിക്കുന്നത് ലാഭമാണ്, പ്രോഫിറ്റബിൾ ആണ്. ഇനി അഥവാ ദൈവം എന്നെ ഈ ലോകത്ത് വെച്ചേക്കുവാണോ, എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി. എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ പറ്റും?
ഞാൻ ആത്മാവിൽ ദൈവമക്കളെ നിങ്ങളോട് പറയാം, മാതാപിതാക്കളെ നിങ്ങളോട് പറയാം, അടുത്ത ജനറേഷന് ഈ തലമുറയിൽ ആമേൻ UK ഒരു നീഡ്സും ഉണ്ടാകത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് UK പ്രത്യേകിച്ച് ദൈവത്തെ പിൻഗമിക്കാൻ ഒരു ആവശ്യം ഉണ്ടാകത്തില്ല. ആമേ പല സഭകളും ഇവിടെ അടയുന്നതിൻ്റെ കാരണം എന്നറിയാമോ? ആമേ പണ്ട് നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചർച്ചിൽ വരാൻ ആവശ്യമുണ്ടായിരുന്നു. അടുത്ത ദൈവമക്കളെ ആമേ ഡ്രൈവ് ചെയ്യേണ്ടത് നീഡ്സ് അല്ല, നെസസിറ്റീസ് അല്ല, ഈ നിത്യതയുടെ ദർശനം, യേശുവിന്റെ കാൽവറിയുടെ സ്നേഹം ഈ കുഞ്ഞുങ്ങളുടെ അകത്ത് വ്യാപരിക്കണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇനി അടുത്ത നീഡ്സ് ഉണ്ടാകത്തില്ല. ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തം ഇവിടെ സെക്യൂർഡ് ആണ്, അവരുടെ ഭാവി ഇവിടെ സെക്യൂർഡ് ആണ്, അവരുടെ ജോലി ഇവിടെ സെക്യൂർഡ് ആണ്. ആമേൻ. ഇവിടെ പ്രാർത്ഥിക്കാൻ ആവശ്യങ്ങൾ കാണത്തില്ല. പക്ഷേ അന്നും ഈ തലമുറ കർത്താവിൽ നിൽക്കണമെങ്കിൽ ഒന്ന്, യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയണം. രണ്ട്, പ്രാപിക്കാൻ പോകുന്ന നിത്യതയുടെ മഹത്വം ആത്മാവിൽ ഈ തലമുറ സെൻസ് ചെയ്യണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. മാതാപിതാക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചേ. IPC ലണ്ടൻ ദൈവസഭയെ ആത്മാക്കൾ വരട്ടെ, തലമുറകൾ വരട്ടെ, അവർ തീജ്വാല പോലെ നിൽക്കട്ടെ. അല്പസമയങ്ങൾ കഴിയുമെങ്കിൽ ആ കരങ്ങളെ അടിച്ചൊക്കെ ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ അന്യഭാഷകളിലൊക്കെ മെസ്സേജ് കഴിഞ്ഞു. എല്ലാ ദൈവമക്കളും ആത്മാവിൽ എവരിബഡി ഒരു നിമിഷം കരങ്ങളെ അടിച്ച് ആത്മാവിലൊന്ന് പ്രതികരിച്ചേ. നിത്യത, നിത്യത, തേജസിന്റെ നിത്യഖാനം, തേജസിന്റെ നിത്യഖാനം. അന്യഭാഷകളിൽ യേശുവിന്റെ നാമത്തിൽ ചില അടഞ്ഞ ഹൃദയങ്ങൾ തുറകട്ടെ, ചില മനസ്സുകൾ തുറകട്ടെ, തുറകട്ടെ. കൽപ്പിക്ക, കൽപ്പിക്ക, അധികാരത്തോടെ കൽപ്പിക്ക. പിശാച് നാളുകായി അടച്ചുവെച്ച ചില ഹൃദയങ്ങളെ, മനസ്സുകളെ പരിശുദ്ധാത്മാ തുറക്കട്ടെ, തുറക്കട്ടെ. ഈ ആലയം നിറയട്ടെ, നിറയട്ടെ. തലമുറകൾ വരട്ടെ, യുവജനങ്ങൾ വരട്ടെ. ശബ രതന ഹൃഗതന ശബലരബ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കണ്ട, നിങ്ങളുടെ മേലുള്ള നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രതികരിക്ക്, കൽപ്പിക്ക്, പുറപ്പെട്, ശബ്ദമുണ്ടാക്ക്. ദൈവസന്നിധി ശബ്ദത്തോടെ പറ, വിട്ടുതരിക, വിട്ടുതരിക, തുറക്കപ്പെടുക. ശതരമന ഹദനജഗനഗഡഗസിയ. ജീസസ്, ജീസസ്, ജീസസ്. കൃപ, 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 കൃപ. യേശുവിന്റെ നാമത്തിൽ ഈ ലണ്ടൻ മണ്ണിൽ പിശാച് അടച്ചുവെച്ച ചില കുടുംബങ്ങൾ തുറക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ ദൈവ തേജസ് കാണട്ടെ. ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എത്ര കണ്ണുകൾ ആത്മാവിൽ കാണുന്നു? ആ കീബോർഡ് വായിക്കുന്ന ബ്രദർ ഒന്ന് കോഡ് പിടിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എത്ര പേര് ആത്മാവിൽ കാണുന്നുണ്ട് നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ മഹത്വം? ആരെ നോക്കാതെ ഒരു നിമിഷം ആ വചനത്തെ ഒന്ന് ധ്യാനിച്ച് പ്രിയപ്പെട്ടവരെ. ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാം, നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. യെസ്, ഇത് ജീവന്റെ ശുശ്രൂഷയാണ്. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ ഈ പകൽ സൗഖ്യമാക്കും. പക്ഷെ ഒരു ദൂതും കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. നാളുകളായി നിങ്ങൾ സഹിക്കുന്ന ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാണത്തില്ലേ? ആമേ, നിങ്ങളുടെ കാലിനോ നിങ്ങളുടെ കൈക്കോ നിങ്ങളുടെ നടുവിനോ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ബലഹീനത നാളുകളായി നിങ്ങൾ സഹിക്കുന്നവരായിരിക്കില്ലേ? എന്നൊരു കാര്യം ഈ ദൂതുമായി ബന്ധപ്പെട്ട് പറയാം. എൻ്റെ സഹോദരങ്ങളെ വിശ്വസിക്ക്, ഈ പകൽ കർത്താവിൻ്റെ കാഹളനാദം മുഴങ്ങിയാൽ, ഈ പകൽ കർത്താവിൻ്റെ കാഹളനാദം മുഴങ്ങിയാൽ, തേജസ്സിലെ കർത്താവ് മധ്യാകാശത്തിൽ വന്നാൽ, നിങ്ങൾ 5ഉം 10ഉം വർഷമായി സഹിക്കുന്ന ആ രോഗത്തിന് ഇന്ന് പകൽ വിരാമമാണ്. ഇന്ന് പകൽ വിരാമമാണ്. ദൈവ തേജസ് നിങ്ങളെ മൂടും, ഫിസിക്കലായിട്ട് മൂടും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം.
വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം, വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ദൈവ തേജസ് നമ്മളെ മൂടും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു കൊലോസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിൽ, ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, വാക്യം അറിയാവുന്നവർ എന്റെ കൂടെ ചേർന്നത് പറ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ എങ്ങനെ 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 ക്ഷീണിതനായിട്ടോ, രോഗിയായിട്ടോ, ആ ബലഹീനതയിലോ, ആ നടുവേദനയിലോ, ആ തളർച്ചയിലോ, നോ 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 നോ, നമ്മുടെ ജീവനായ ക്രിസ്തു മഹത്വത്തോടെ മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. സന്തോഷമുള്ള ദൈവമക്കൾ, പ്രത്യാശയുള്ള ദൈവമക്കൾ, കരമടിച്ച് ശക്തിയോടെ praise him, praise him, praise him, praise him. Oh, Jesus, ഉടമനക ശബ്ദലരമ. നീതി സൂര്യൻ വരുമ്പോ തൻ പ്രഭയിൽ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോ തൻ പ്രഭയിൽ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ, രാജരാജ പ്രതിമയെ ധരി കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം, കൂടവേ ഇരുത്തുന്ന രാജാ വേഗം വരും. എൻ പ്രിയ രക്ഷകൻ സൂര്യനാൽ തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ തേജസ്സിൽ വെളി, ഓ എൻ പ്രിയ രക്ഷകൻ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? വീണ്ടും പാടിക്കേ, എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാൽ തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഓർക്കുമ്പോൾ ഈഹത്തിലെ കഷ്ടം, ഓ ആനന്ദപുരത്തിലെ അല്ല, ഈഹത്തിലെ കഷ്ടം സാരമല്ല. പ്രത്യാശഗാനങ്ങൾ പാടിയ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടിയ ഈകത്തിലും ഇന്നാലേക്കാൾ സന്തോഷമീകം, ഇന്നാലേക്കാളേ പ്രിയ രക്ഷ ജീസസ് വേഗത്തിൽ വെളിപ്പെടുമേ. ഏൻ പ്രിയ രക്ഷ തേജസ്സിൽ വെളിപ്പെടുമേ. ഓ ഏൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാൽ തേജസ്സിൽ വെളിപ്പെടുമേ. മേഘത്തിൽ വാരും താമസവണ്ടി, മേഘത്തിൽ വാരും ചേർത്തിടും നിശ്ചയമാ, നിശ്ചയമായ പ്രിയ രക്ഷകൻ. Thank you, Jesus. ഇല്ലോ മഹത്വത്തിൽ തേജസ്സിൽ, മഹത്വത്തിൽ തേജസ്സിൽ ഏൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാൽ തേജസ്സിൽ. അന്യഭാഷകൾ ആരാധിച്ചു, അന്യഭാഷകൾ, അന്യഭാഷകൾ. ഓ ഏൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാൽ തേജസ്സിൽ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. Glory, glory, glory. മഹത്വം, 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 മഹത്വം. തേജസ്, തേജസ്, തേജസ്.
മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. ശബരമരമരതന ചുടമനഗ ശബ്ദലാരവാരവ ചുടമനഗ ശൈലകമാരിയാതന ആരവന്റെ കുഞ്ഞാടിന്റെ മഹത്വം, കുഞ്ഞാടിന്റെ മഹത്വം. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളോട് അടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ, നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ. അനേക പ്രിയപ്പെട്ടവർ ജീവൻ കളഞ്ഞ ഒരു വിശ്വാസം, അനേക പ്രിയപ്പെട്ടവർ ജീവൻ പണയം വെച്ച, കാത്തു സൂക്ഷിച്ച ഒരു വിശ്വാസം. നമ്മുടെ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, പലരെയും പടിയടച്ചു വിട്ടത് അവർ വിശ്വാസത്തിന് വേണ്ടി നിന്നത് കൊണ്ടാണ്. എന്താ വിശ്വാസത്തിന്റെ പ്രത്യേകത? എന്താ ഈ പുതിയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത? ഇത് രക്തത്താൽ, പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, വിലയേറിയ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, നീതീകരിക്കുന്ന ശുശ്രൂഷ, മരണം മാറ്റി ജീവൻ തരുന്ന ശുശ്രൂഷ, ആത്മാവിന്റെ ശുശ്രൂഷ, അതിമഹത്തായ തേജസ്സുള്ള ശുശ്രൂഷ. നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, ഇത് നൽകിയതിനാൽ സ്തോത്രം, ഇതിനകത്ത് കൊണ്ടുവന്നതിനാൽ സ്തോത്രം. അപ്പൊ അങ്ങയുടെ ജനത്തെ അടിനേൽപ്പിച്ച കൃപയിൽ ആശ്രയിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വെളിപ്പാടിൽ ജീവിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ എളിവിന് അവസരം നൽകിയ ദൈവസഭയോട്, അഭിഷക്തന്മാരോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മിഷൻ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക.